Hi friends, welcome back to my channel. കുട്ടികളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ല, ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ് 2023 അഗ്നിവീറിന്റെ കാര്യം പറഞ്ഞാലും 2023 SSCGയുടെ കാര്യം എടുത്താലും ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുത്തുപരീക്ഷ പാസ്സായതും ഫിസിക്കൽ പാസ്സായതും ഫൈനൽ സെലക്ഷൻ കിട്ടിയതും ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് തന്നെയാണ്. അതേ രീതിയിൽ തന്നെ 2024 എഗെയിൻ നമ്മുടെ അക്കാഡമിയിലെ കുട്ടികൾ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കൂടുതലും കുട്ടികളും പാസ്സായത് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ്. 150 കൂടുതൽ കുട്ടികളാണ് ഇവിടെ നിന്ന് പാസ്സായിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതോടൊപ്പം നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. എൻ്റെ അക്കാഡമിയിൽ നിന്നും ഇത്ര സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടാനുള്ള പോയിന്റ് എന്തൊക്കെയാണ്, അതായത് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്തൊക്കെയാണ് എന്നുകൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് മുഖേന നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ പോയിന്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ നല്ലപോലെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം ജോബ് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ 2023 ഇന്ത്യൻ ആർമിയിലേക്ക് ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ്. ഞാൻ പറയുന്നത് കാലിക്കറ്റ് ARAയും അതുപോലെ തന്നെ TVM ARAയും രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാ പേജിലും നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതേ രീതിയിൽ തന്നെ 2024 കഴിഞ്ഞ തവണ റിട്ടേൺ എക്സാമിന് 100-ൽ കൂടുതൽ കുട്ടികളായിരുന്നു പാസ്സായത്. പക്ഷേ ഈ തവണ 150+ കുട്ടികളാണ് റിട്ടേൺ എക്സാം പാസ്സായിരിക്കുന്നത്. അതുപോലെ തന്നെ 25+ കാൻഡിഡേറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടും പാസ്സായിട്ടുണ്ട്. അതെല്ലാം നമുക്ക് മെസ്സേജ് മുഖേനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പാസ്സായ കുട്ടികളുടെ ഫോട്ടോസ് എല്ലാം നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ തവണ പാസ്സായിരിക്കുന്നത് 150+ കുട്ടികളാണ് ഇവിടെ റിട്ടേൺ മാത്രം ക്ലിയർ ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഫോട്ടോസ് എല്ലാം തന്നെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ കുട്ടികളെ, നിങ്ങളും ആന ഡിഫൻസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രെയിനറിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫാക്കൽറ്റിയുടെ റിക്വയർമെൻ്റ് ഉണ്ട്, നിങ്ങളുടെ ഡ്രീം ഗോളിൽ എത്താനായിട്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഏതൊക്കെയാണ് ആ ഒരു കീ പോയിന്റ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ആ കീ പോയിന്റ് നിങ്ങൾക്ക് എങ്ങനെ ബെനിഫിറ്റ് കിട്ടും എന്നുകൂടി ഞാൻ പറയുന്നതായിരിക്കും. ഇനി ഒരു കാര്യം പറയാം കുട്ടികളെ, ഈ കീ പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ ഒരു ഷോർട്ട് ടൈമിൽ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ അക്കാഡമിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവയർനെസ് ആൻഡ് ഡ്രീം ജോബ്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറയാം. എൻ്റെ അക്കാഡമിയിലെ മെയിൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഡിഫൻസ് ജോബിലേക്കുള്ള ഫിസിക്കലും അതുപോലുള്ള റിട്ടേൺ ക്ലാസ്സുകളും മെഡിക്കൽ അവയർനെസ്സും ഈ കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെടുത്ത് എല്ലാം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അവയർനെസ് അറിഞ്ഞിരിക്കണം. അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൻസ് ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയാണോ, നേവിയാണോ, എയർഫോഴ്സ് ആണോ, പാരാമിലിറ്ററി ആണോ, ടെറിട്ടോറിയൽ ആർമിയാണോ, RPF ആണോ, SSC ആണോ, ഏത് പോസ്റ്റിലേക്കാണോ പോകേണ്ടത് ആ ഒരു പോസ്റ്റിൻ്റെ കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നും അറിയാതെ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ആ ഒരു ജോബിലേക്ക് പോകാൻ തയ്യാറെടുക്കരുത്. അതിൻ്റെ അവയർനെസ് നമ്മൾ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യും ഓരോ കാൻഡിഡേറ്റിലും. അതിനുശേഷം ഡ്രീം ജോബ്. ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കൂടുതലും കുട്ടികൾക്കും ആർമിയിൽ പോകാനാണ് ആഗ്രഹം. എന്നാൽ ഒരു 25% കുട്ടികൾക്ക് നേവിയിൽ പോകാൻ ആഗ്രഹമുണ്ട്, 10% കുട്ടികൾക്ക് എയർഫോഴ്സിൽ പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ ഡ്രീം ജോബ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനനുസരിച്ച് അവർക്ക് അവരുടെ അവയർനെസ്സും ഷെയർ ചെയ്യും. ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നു അതിൻ്റെ അപ്ഡേറ്റ് കറക്റ്റ് ടൈമിൽ കൊടുക്കും. അതിൻ്റെ വേക്കൻസി എത്ര ഉണ്ട് കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് കൊടുക്കും. അതിൻ്റെ ഹൈറ്റ് എത്രയാണ് അതിനനുസരിച്ച് അപ്ഡേറ്റ് കൊടുക്കും. ഇനി വരാൻ പോകുന്ന ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് അതിൻ്റെ അപ്ഡേറ്റും കൊടുക്കും. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ നിങ്ങൾ ഡിഫൻസ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും നല്ല രീതിയിൽ അവയർനെസ് കളക്ട് ചെയ്യുക. നിങ്ങൾ ഡ്രീം ജോബ് ഏതാണെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷമാണ് ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ വരുന്ന എല്ലാ കാൻഡിഡേറ്റിൽ നിന്നും കളക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആണ് കുട്ടികളുടെ സെലക്ഷൻ പ്രോസസ്സ്. ഇന്ത്യൻ ആർമിയുടെ കാര്യം എടുത്താലും, നേവിയുടെ എടുത്താലും, എയർഫോഴ്സ് എടുത്താലും, പാരാമിലിറ്ററി എടുത്താലും, ടെറിട്ടോറിയൽ ആർമി എടുത്താലും, RPF എടുത്താലും, SSC എടുത്താലും എല്ലാത്തിൻ്റെയും സെലക്ഷൻ പ്രോസസ്സ് ഡിഫറൻ്റ് ആണ്. ചിലടത്തൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കൽ ആയിരിക്കും, ചിലടത്ത് റിട്ടേൺ എക്സാം ആയിരിക്കും, ചിലടത്ത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, ചിലടത്ത് മെഡിക്കൽ ടഫ് ആയിരിക്കും, ചിലടത്ത് മെഡിക്കൽ അത്ര ടഫ് ആയിരിക്കത്തില്ല. നമ്മൾ അതിനനുസരിച്ചിട്ടാണ് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആദ്യം റിട്ടേൺ എക്സാം ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എപ്പോഴാണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അതിനനുസരിച്ച് ആ ഒരു റിട്ടേൺ എക്സാമിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും? ഫിസിക്കലും കൊടുക്കും. അതോടൊപ്പം തന്നെ മെഡിക്കൽ അവയർനെസ്സും കൊടുക്കും. മെഡിക്കൽ ചെക്ക് ചെയ്യിക്കും, പ്രോപ്പറായിട്ട് ENT കൊണ്ട് ചെക്ക് ചെയ്യിച്ചിട്ട് എന്താണ് കറക്റ്റായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ നല്ല രീതിയിൽ ആ ഓരോ കാൻഡിഡേറ്റിനും അറിയിക്കുന്നതായിരിക്കും. മോനെ ഹൈറ്റ് ഇത്ര വേണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇത്ര വേണം,
ചെസ്റ്റ് ഇത്ര വേണം, ചെസ്റ്റ് കുറവാണോ, ചെസ്റ്റ് എക്സ്പെൻഷൻ ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യണം, ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ ആ ഒരു കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അവൻ്റെ സെലക്ഷൻ പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. റിട്ടേൺ ക്ലാസ്സുകൾ എല്ലാ ദിവസവും കൊടുക്കും, അതോടൊപ്പം തന്നെ ഫിസിക്കലും കൊടുക്കും, വെയിറ്റ് ട്രെയിനിങ്ങും കൊടുക്കും, നല്ല രീതിയിൽ കാർഡിയോ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രോസസ്സിലേക്കും നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്, ഇൻഡിവിജ്വലായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ആഗ്രഹമായിട്ടുള്ള ഒരു ഡ്രീം ജോബ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് ഫിക്സ് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്യുക. റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പഠിക്കുക, അതോടൊപ്പം തന്നെ ഫിസിക്കലോട് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നെക്സ്റ്റ് ഫേസ് എന്തായിരിക്കും, ഫിസിക്കലായിരിക്കും വരാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം നെക്സ്റ്റ് പോയിന്റാണ് കൺസിസ്റ്റൻസി. ഇവിടെയാണ് കൂടുതലും കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു ചാൻസിൽ, ഫസ്റ്റ് ചാൻസിൽ ഇവൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, കൺസിസ്റ്റൻ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. റിട്ടേൺ എക്സാം കോമൺ ആയിട്ട് എല്ലായിടത്തും വരാൻ പോകുന്ന സെയിം തന്നെയായിരിക്കും. ആർമി, നേവി, എയർഫോഴ്സിനാണ് ഞാൻ പറഞ്ഞത്. SSC ഡിഫറൻ്റ് ആണ്, RPF ഡിഫറൻ്റ് ആണ്, TA ഡിഫറൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ ഡ്രീം ആർമി, നേവി, എയർഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിടത്ത് പഠിച്ചാൽ തന്നെ അത് മറ്റ് രണ്ടിടത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്കീമുമായിട്ട്, ആ ഒരു ഫോഴ്സിൻ്റെ എക്സാമും ആ ഒരു ഫോഴ്സിൻ്റെ സെലക്ഷൻ പ്രോസസ്സുമായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ടച്ചിലിരിക്കുക. ഇതുമൂലം നിങ്ങൾക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നമ്മുടെ ചാനലുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുക. അതായത് ഇൻഫോർഡറേറ്റ് ആൻഡ്രൺ എന്നൊരു ചാനലുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുക, ആന ഡിഫൻസ് അക്കാഡമി എന്നൊരു ചാനലുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുക. ഒരിടത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, മറ്റ് ഇൻഫർമേഷനും കിട്ടും, മറ്റൊരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഫിസിക്കൽ റിലേറ്റഡ് കാര്യങ്ങളും കിട്ടും. പിന്നെ അതേപോലെ തന്നെ മറ്റ് പല ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ info@ANN എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ 4 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കണക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫൻസ് ജോബിലേക്കുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. അവയർനെസ് കിട്ടുന്നതായിരിക്കും, നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, സെലക്ഷൻ പ്രോസസ്സ് അറിയാൻ പറ്റുന്നതായിരിക്കും, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഫൈനലി നിങ്ങൾക്ക് ഏതൊരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ പേഷ്യൻറ്റോടെ ഹാർഡ് വർക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ട് രീതിയിലും. എങ്ങനെയാണെന്ന് പറയാം. റിട്ടേണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ നിങ്ങളുടെ 100% എഫേർട്ട് എടുത്ത് നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ഏതൊക്കെയാണോ ഡൗട്ട് ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നല്ലപോലെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഫിസിക്കലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ 3 പോയിൻറ്റും നല്ലപോലെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഹാർഡ് വർക്ക് എന്നൊരു വേർഡ് തന്നെ നമ്മൾ ഏത് കാര്യം എടുത്താലും അതിനകത്ത് എല്ലാത്തിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ബിസിനസ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും മറ്റേത് ഫീൽഡ് എടുത്താലും ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഹാർഡ് വർക്ക് നിങ്ങളനുസരിച്ച്, അതായത് നിങ്ങൾ ഫിസിക്കലി വീക്ക് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ എഫേർട്ടിൽ നിങ്ങൾ അവിടെ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഈവൻ നിങ്ങളുടെ റിട്ടേൺ വീക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അവിടെ ഹാർഡ് വർക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഹാർഡ് വർക്ക് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം വേരിയേഷൻ കൂട്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് മെൻ്റലി നിങ്ങൾക്ക് സ്ട്രെങ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക കുട്ടികളെ. ഈവൻ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും കോച്ചിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്, ഫാക്കൽറ്റിയുടെ റിക്വയർമെൻ്റ് ഉണ്ട്, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യാൻ ഒരു മെൻറ്ററിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. കേരളത്തിൽ വേറെ ഒരു അക്കാഡമിയിലും പോകണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.